ഒരു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം സയൻസ് സിറ്റി തുറന്നുകൊടുക്കുന്നു. ഒന്നാം ഘട്ടമായ സയൻസ് സെന്റർ 29-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ മേൽനോട്ടത്തിലാണ് സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായ സയൻസ് സെന്റേഴ്സ് യാഥാർത്ഥ്യമായത്. കോട്ടയം കുറവിലങ്ങാട് കോഴയിലുള്ള ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്ന് ഏറ്റെടുത്ത 30 ഏക്കറിലാണ് സയൻസ് സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ശാസ്ത്ര ഗാലറികൾ, ത്രിമാന പ്രദർശന തിയേറ്റർ, ശാസ്ത്ര പാർക്ക്, സെമിനാർ ഹാൾ, ഇന്നോവേഷൻ ഹബ്ബ് എന്നിവ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്ററാണ് പ്രധാന ഭാഗം. പ്ലാനറ്റേറിയം, മോഷൻ സിമുലേറ്റർ, ഓഗ്മെന്റ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി തിയേറ്ററുകൾ, സാങ്കേതിക ജലധാര, പ്രകാശ ശബ്ദ സമന്വയ പ്രദർശനം, വാന നിരീക്ഷണ സംവിധാനം, പൂന്തോട്ടങ്ങൾ എന്നിവയാണ് സയൻസ് സിറ്റി പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 47,147 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഫണ്ട് സയൻസ്, മറൈൻ ലൈഫ് ആൻഡ് സയൻസ്, എമർജിംഗ് ടെക്നോളജി എന്നീ ശാസ്ത്ര ഗാലറികളും 3D തിയേറ്റർ, ടെമ്പറ്റി എക്സിബിഷൻ ഏരിയ, ആക്ടിവിറ്റി സെന്റർ, സെമിനാർ ഹാൾ, കോൺഫറൻസ് ഹാൾ എന്നിവ സജ്ജമാക്കി. സയൻസ് സെന്ററിന് ചുറ്റുമായി സയൻസ് പാർക്കും ദിനോസർ എൻക്ലേവും ഉണ്ട്. വനനിരീക്ഷണത്തിന് ടെലസ്കോപ്പും. രണ്ടാം ഘട്ടം എന്ന നിലയിൽ 45 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2014 ആരംഭിച്ച പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നിരവധി കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. കോട്ടയത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിൽ സയൻസ് സിറ്റി ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നും കേരളത്തിലുടനീളം വിശാലമായ തൊഴിലവസരങ്ങൾ തുറക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ വലിയ മാറ്റമാണ് ഇതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു.